പിറ്റേ ദിവസം രാവിലെ തന്നെ റെഡിയായിട്ട് വടപ്പളനി മുരുകൻ ടെമ്പിളിലേക്ക് പോകുന്ന പോക്കാണിത്. പൂവൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ അനിയത്തിയും ചേച്ചിയും കൂടെ കുറച്ച് പൂവൊക്കെ മേടിച്ച് തലയിലൊക്കെ വെച്ച് അമ്പലത്തിനകത്തേക്ക് കയറാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിനകത്ത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കൂടാതെ അവിടെ കുറേ കല്യാണവും നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയാണ് ഇത്രയും തിരക്ക്. ഞങ്ങളവിടെ നിൽക്കുക തന്നെ 3 കല്യാണ പാർട്ടീസിനെ നമ്മൾ കണ്ടു. നല്ല ട്രഡീഷണൽ തമിഴ്നാട് സ്റ്റൈലിൽ ഒരുങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് തമിഴ്നാട് സ്റ്റൈൽ ഓഫ് വെഡ്ഡിങ് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കാണാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ നമ്മൾ പൊങ്കൽ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിൽ കയറി നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സൈഡിൽ കുറേ, എനിക്ക് തോന്നുന്നു അവിടുത്തെ ഉത്സവത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ടായിരുന്നു. കുറേ ശില്പങ്ങൾ എന്താണ്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. മട്ടത്തിലടിച്ചൊരു കൊച്ചിനെ കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കിട്ടിയ പൊങ്കലൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ നടക്കുന്ന സമയത്ത് സാരിയുടെ തുമ്പ് തറയിൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അപ്പൂപ്പൻ വന്നിട്ട് പറഞ്ഞ് സാരി തുമ്പ് തറയിൽ വീഴാൻ പാടില്ല, അത് ദോഷമാണെന്ന്. ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഞാനെന്നല്ല, അവരും അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ അമ്പലത്തിന് പുറത്തിറങ്ങിയപ്പോൾ ഒരു കുളമൊക്കെ കണ്ടു. അതുപോലെ തന്നെ ആ സൈഡിലെല്ലാം ഒരുപാട് സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചേക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി വൈബായിരുന്നു കേട്ടോ ഈ അമ്പലത്തിൽ പോയത്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഊബർ വിളിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ കയറി നമ്മൾ മസാല ദോശ കഴിച്ചു. നല്ല അടിപൊളി മസാല ദോശയും വടയുമായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. പക്ഷേ അവിടുത്തെ കടയിലൊന്നും ചായ കിട്ടുന്നില്ല. അതായത് നമ്മൾ ദോശയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു തൊട്ടടുത്ത കടയിൽ ചായ കിട്ടത്തുള്ളൂ, ആ കട തുറന്നിട്ടില്ല അങ്ങനെ പറഞ്ഞു. അതായത് ആ ഫുഡ് തരുന്ന ഹോട്ടലിൽ ചായ കിട്ടുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.